Good morning, students. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് APT, ആർബിട്രേജ് പ്രൈസിങ് തിയറി. നമുക്കൊക്കെ അറിയാവുന്നതാണ് ആർബിട്രേജ് എന്താണെന്ന് അല്ലേ. അപ്പോൾ ആ ഒരു വേർഡിൽ തന്നെയുണ്ട് അതിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മീനിങ് ഈ പ്രൈസിങ് തിയറിൻ്റെ. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. What is the arbitrage pricing theory? The theory was created in 1976 by American economists. This theory is developed by the American economists 1976. Stephen Ross and this theory is developed. The APT offers analysts and investors a multiple factor pricing for securities. In the case of Sharpe model, അല്ലേ അവിടെയൊക്കെ നമ്മൾ ഷാർപ്പ് മോഡലിൽ പറയുന്ന only one factor ഉള്ളൂ അല്ലേ to determining the price of the securities അല്ലേ. അതുപോലൊക്കെ നമ്മൾ മാർക്കോയ്സ് മോഡലും ഷാർപ്പിൻ്റെ ഒക്കെ മോഡൽ കണ്ടതാണ്. അതുപോലൊക്കെ ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡലൊക്കെ കണ്ടതാണ്. എങ്ങനെയാണ് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് there is a multiple factor for pricing the model of security. അതായത് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് ഒരു സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ based on the relationship between financial asset expected return and its risk. അതായത് റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് തീരുമാനിക്കാം. ദർ ഈസ് എ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി പ്രൈസ് ഓഫ് ദി സെക്യൂരിറ്റീസ് എന്നാണ് APT പറയുന്നത്. APT ഓഫേഴ്സ് അനലിസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അനലിസ്റ്റും ഇൻവെസ്റ്റേഴ്സിൻ്റെ കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഇൻ അവർ ഫിനാൻഷ്യൽ സെക്ടർ എ മൾട്ടിപ്പിൾ factor pricing model for security based on relationship between financial asset ന്റെ expected return ഉം റിസ്ക്കും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാം. there is a multiple factors that will influence the price. Arbitrage pricing theory is a multiple factor asset pricing model ആണ്. multiple factor asset pricing model theory ആണ്. Based on idea that assets return can be predicted using linear relationship between അസറ്റിന്റെ പ്രൈസ് നമുക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ അത് ഇവിടെ ഓൾറെഡി പറഞ്ഞതാണ്. അസറ്റിന്റെ പ്രൈസ് വി ക്യാൻ ഡിറ്റർമൈൻ ഓൺ ദി ബേസിസ് ഓഫ് ദി ലീനിയർ റിലേഷൻഷിപ്പ് അസറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേണും അതുപോലെ റിസ്ക് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആൻഡ് നമ്പർ ഓഫ് മാക്രോ എക്കണോമിക് വേരിയബിൾ ദാറ്റ് ക്യാപ്ചർ സിസ്റ്റമാറ്റിക് റിസ്ക്. അതായത് നമുക്കറിയാം അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. സിസ്റ്റമാറ്റിക് റിസ്ക് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് എന്തുണ്ടായിരിക്കും, മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്, അതായത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ചേരുന്നതാണ് ഈ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ദീസ് ഈ മാക്രോ എക്കണോമിക്സ് വേരിയബിൾസ് അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് ആണ്. ഈ മൾട്ടിപ്പിൾ ഫാക്ടർ ആണ്. റിസ്കിൻ്റെ അകത്ത് എന്താണ്, ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ചേർന്നിട്ടായിരിക്കും റിസ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അല്ലെ റിസ്ക് ഉണ്ടാവുന്നത് ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ചേരുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫാക്ടേഴ്സ് വെച്ചും അതുപോലെ അസറ്റിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അസറ്റിന്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ആർബിട്രേജ് പ്രൈസിങ് തിയറി പറയുന്നത്. ക്ലിയർ ആയോ? Through arbitrage pricing models, a multiple factor ആണ്, a multiple factor asset pricing model ആണ്. Clear ആയില്ലേ? It's a multiple factor asset pricing through which assets return can be predicted. നമുക്ക് assets return, നമുക്ക് റിട്ടേൺ എത്രത്തോളമാണ് അല്ലെ എന്ന് പ്രിഡിക്റ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന്, ലീനിയർ റിലേഷൻഷിപ്പ്, എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ്, അസറ്റിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും അതുപോലെ നമ്പർ ഓഫ് മാക്രോ എക്കോണമിക് വേരിയബിൾസ്. ഈ മാക്രോ എക്കണോമിക് വേരിയബിൾസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ മാക്രോ എക്കണോമിക്സ് വേരിയബിൾസ് ആണ് നമ്മുടെ സിസ്റ്റമാറ്റിക് റിസ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഉള്ള മാക്രോ എക്കണോമിക്സ് വേരിയബിൾസ് ഒക്കെ കൂടെ ചേരുന്നതാണ് ഈ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും വെച്ചിട്ട് നമുക്ക് അസറ്റ്സിന്റെ റിട്ടേൺ അല്ലെങ്കിൽ അസറ്റ്സിന്റെ പ്രൈസ് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. മാർക്കറ്റിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ്. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാർക്കറ്റിൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് വെച്ചിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന, അതായത് രണ്ട് മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രൈസ് ഡിഫറൻസിനെ വെച്ചിട്ട് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
ആർബിട്രേജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു മേജർ പ്ലെയേഴ്സ് ആണ് ആർബിട്രേജ്. ഹെഡ്ജേഴ്സും സ്പെക്കുലേറ്റേഴ്സും അതുപോലെ ആർബിട്രേജേഴ്സും ഒക്കെ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്ന മെമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ ആർബിട്രേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിൽ ഉണ്ടാവും, അതായത് മാർക്കറ്റിലെ പ്രൈസ് ചേഞ്ചസിന്റെ വേരിയേഷനിൽ നിന്ന് പ്രോഫിറ്റ് ബിൽഡ് ചെയ്യുന്ന പേഴ്സൺസ് ആണ് ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഗോൾഡിന്റെ പ്രൈസ് എടുക്കുക. ഗോൾഡിന്റെ പ്രൈസ് കേരള മാർക്കറ്റും അതുപോലെ ഇപ്പം ബോംബെ മാർക്കറ്റും സപ്പോസ് എടുക്കുക. രണ്ടും ഡിഫറെന്റ് ആയിരിക്കും, ചെറിയ റുപ്പീസിന്റെ എല്ലാം ഡിഫറൻസ് ഉണ്ട്. സപ്പോസ് നമ്മുടെ കേരള മാർക്കറ്റിൽ ഇപ്പൊ ഒരു സപ്പോസ് 5835 ആണെന്ന് വിചാരിക്കുക. ഇനി ബോംബെ മാർക്കറ്റിൽ ഏകദേശം ഒരു 5840 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യാം, 5 രൂപേന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലെ രണ്ട് മാർക്കറ്റും തമ്മിൽ അല്ലെ. അപ്പം ആ 5 രൂപേന്റെ ഡിഫറൻസിന് എന്ത് ചെയ്യും, ആർബിട്രേജേഴ്സ് എന്ത് ചെയ്യും, കേരള മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് വാങ്ങിയിട്ട് ബോംബെ മാർക്കറ്റിൽ എന്ത് ചെയ്യും, ആ ഗോൾഡ് വിൽക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രാമിന് എന്ത് ചെയ്യും, 5 രൂപ കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ പ്രൈസിൽ ഉണ്ടാവുന്ന മാർക്കറ്റിലെ ഓരോ മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രൈസിന്റെ ഡീവിയേഷന് വേണ്ടി നിന്ന് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യും, ആർബിട്രേജേഴ്സ് ഈ അഡ്വാൻറ്റേജ് വെച്ചിട്ട് നമ്മുടെ ആർബിട്രേജ് പ്രൈസിങ് തിയറിനെ പറയുന്ന അഡ്വാൻറ്റേജ് വെച്ചിട്ട് എന്ത് ചെയ്യും, പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ആർബിട്രേജ് പ്രൈസിങ് തിയറി എന്ന് പറയുന്നത്. അമേരിക്കൻ എക്കണോമിക്സ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സ്റ്റീഫൻ റോസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ മൾട്ടിഫാക്ടർ ആണ്, അതായത് ഓൺ ദി ബേസ് മൾട്ടിഫാക്ടർ അസറ്റ്സ് പ്രൈസിംഗ് മോഡൽ ആണ്. ബേസ്ഡ് ഓൺ ഐഡിയ ദാറ്റ് അസറ്റ്സ് റിട്ടേൺ ക്യാൻ ബി പ്രിഡിക്റ്റഡ് യൂസിംഗ് ദി ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അസറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേണും ഈ സിസ്റ്റമാറ്റിക് റിസ്ക്. ദാറ്റ് മീൻസ് മാക്രോ എക്കണോമിക് വേരിയബിൾസും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസറ്റിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ അഡ്വാൻറ്റേജ് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമ്മുടെ സ്ലൈഡിലോട്ട് പോകാം. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഇഫ് ദി ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് സ്റ്റോക്ക് എ ഈസ് ഡിറ്റർമൈൻഡ് യൂസിങ് APT പ്രൈസിംഗ് മോഡൽ. നമുക്ക് ഈ APT പ്രൈസിംഗ് മോഡൽ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് APT പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ആർബിട്രേജ് പ്രൈസിംഗ് തിയറിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ തിയറിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഒരു മാർക്കറ്റിലെ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ തീരുമാനിച്ചു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 13 ആണ് കിട്ടിയത്. ബട്ട് മാർക്കറ്റ് പ്രൈസ് ഓൾറെഡി ഇപ്പം മാർക്കറ്റിലുള്ള പ്രൈസ്, ശരിക്കും ഇപ്പം മാർക്കറ്റിൽ ഓടുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഓൺഗോയിങ് പ്രൈസ് എന്ന് പറയുന്നത് 11 ആണ്. ദെൻ ട്രേഡർ വുഡ് ബൈ ദി സ്റ്റോക്ക് ബേസ്ഡ് ഓൺ ബിലീവ് ദാറ്റ്. അതായത് ഇപ്പം മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത്, തെറ്റായ ഒരു പ്രൈസിന്റെ മേലെയാണ് എന്ത് പോണത്, ഈ മാർക്കറ്റ് പോണത്. അതായത് ഈ മാർക്കറ്റിൽ ഇപ്പൊ തെറ്റായ ആക്ച്വലി 13 രൂപ സ്റ്റോക്ക് പ്രൈസ് ഉണ്ടാവാണ്ടേ ഒരു സെക്യൂരിറ്റിയാണ് ഇപ്പൊ 11 രൂപയ്ക്ക് പോകുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും കാൽക്കുലേഷനിലും വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. ട്രേഡർ വുഡ് ബൈ ദി സ്റ്റോക്ക് ബേസ്ഡ് ഓൺ ബിലീവ്. അതായത് ഇപ്പോഴത്തെ ഡിമാൻഡ് വെച്ചിട്ടായിരിക്കും ഇത്. പക്ഷെ ട്രേഡർക്ക് അവിടെ ഒരു നമ്മൾ ആർബിട്രേജ് പ്രൈസിംഗ് തിയറി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 13 ആണ് കിട്ടുന്നത്. അപ്പൊ ട്രേഡർക്ക് എന്ത് ചെയ്യുക, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും ഫർദർ ഇൻക്രീസ് ക്വിക്കലി കറക്റ്റ് ആവും. ഈ പ്രൈസ് 11 എന്നുള്ളത് പെട്ടെന്ന് എന്താവും, ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ചേഞ്ച് ആവാൻ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള 13 കറക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 11 രൂപയ്ക്ക് ഇപ്പം മാർക്കറ്റിൽ ഓടുന്ന ഏത് സ്റ്റോക്ക് ആണോ ആ സ്റ്റോക്ക് നമ്മൾ വാങ്ങി വെക്കും. പ്രൈസ് ആക്ഷൻ വിൽ ക്വിക്കലി മാർക്കറ്റ് പ്രൈസ് ബാക്ക് ടു ദി 13 ആസ് എ ഷെയർ ലെവൽ. വുഡ് ബൈ, നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങും ബേസ്ഡ് ഓൺ നമ്മുടെ വിശ്വാസം, ബിലീഫ്. അങ്ങനെയാണ് ഫർദർ മാർക്കറ്റ് പ്രൈസ് ഈസ് ആക്ഷൻ വിൽ ക്വിക്കലി കറക്റ്റ്. അതായത് കറക്റ്റ് എത്രയാണ് വരേണ്ടത്, 13. ആ 13 പെട്ടെന്ന് എത്തിച്ചേരും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാണ് ആർബിട്രേജ് പ്രൈസിങ്ങിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞത്. ഈ തിയറി വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അതായത് നമ്മളൊരു സ്റ്റോക്കിന്റെ മാർക്കറ്റിലുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കും, അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കും. എന്നിട്ട് നമ്മൾ ആർബിട്രേജ് പ്രൈസിംഗ് തിയറിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആർബിട്രേജ് പ്രൈസിംഗ് തിയറിയിൽ നമ്മൾ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക്
നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കും. അപ്പോൾ നോക്കുന്നുണ്ട് ആ ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഈ സെക്യൂരിറ്റീൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആക്ച്വൽ പ്രൈസ്, അതായത് ഇപ്പോൾ ഈ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ആ കറക്റ്റ് ആയിട്ടുള്ള പ്രൈസിലോട്ട് എത്തിച്ചേരും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, വാങ്ങുന്നുണ്ടാവും. ഇനി നേരെ തിരിച്ചാണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പ്രൈസ് 13ഉം ഇവിടെ 11 കാൽക്കുലേറ്റ് ചെയ്തത് 11ഉം ഓടുന്നത് 13ഉം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, വിൽക്കുന്നുണ്ടായിരിക്കും, റിവേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമല്ല, ഈ ഒരു രീതിയിൽ വേണമെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതായത് ഡിഫറൻസ് ഇൻ സ്റ്റോക്ക് പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദാറ്റ് ഈസ് 50 ആണെന്ന് വിചാരിക്കുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പല സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സെയിം ഷെയറിന്റെ പ്രൈസ് ഡിമാൻഡ് അനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യാം, കൂടുകയും കുറയാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ഷെയറിന്റെ പ്രൈസ് 50 ആണ്. ഇപ്പം NSEയിൽ അത് BSEയിൽ 50, NSEയിൽ 51 ആണെന്ന് വിചാരിക്കുക. അപ്പം ദി പ്രൈസ് ഓഫ് ദി റിലയൻസ് സ്റ്റോക്ക് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ 2 എക്സ്ചേഞ്ചിൽ, അപ്പം ആ 2 എക്സ്ചേഞ്ച് ആ ഡിഫറൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയിട്ട് NSEയിൽ എന്ത് ചെയ്യാം, വിൽക്കാം. അങ്ങനെയും പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മളത് വാങ്ങുക ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ ഈ ആർബിട്രേജ് പ്രൈസ് മോഡൽ വെച്ചിട്ടായിരിക്കും ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കും. ബിഗ് എമൗണ്ടിന്റെ വോളിയം ഓഫ് ആണ് നമ്മൾ ട്രേഡ് നടത്തുന്നതെങ്കിൽ, ദാറ്റ്സ് എ ആർബിട്രേജ് പ്രൈസിങ് മോഡൽ. ക്ലിയർ ആയില്ലേ? അപ്പം നമുക്ക് ഇതിന്റെ ബാക്കി സ്ലൈഡ് അപ്പം നമുക്ക് നോക്കാം ആർബിട്രേജ് പ്രൈസിങ്ങിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്. അതായത് APT aim at the point of fair market price of security that may be temporarily incorrect price. അതായത് നമ്മുടെ ഇവിടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ്ലി ചില സെക്യൂരിറ്റീസിന്റെ ഒക്കെ പ്രൈസ് എങ്ങനെയായിരിക്കും, മിസ്പ്രൈസ്ഡ് ആയിരിക്കും, അതായത് കറക്റ്റ്ലി ആയിരിക്കില്ല. ഇറ്റ് അസ്യൂം ദാറ്റ് മാർക്കറ്റ് ആക്ഷൻ ഈസ് ലെസ് ദാൻ ഓൾവേസ് പെർഫെക്റ്റ്ലി എഫിഷ്യന്റ്. എപ്പോഴും പെർഫെക്റ്റ്ലി എഫിഷ്യന്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല മാർക്കറ്റ് പോകുന്നത്. അതായത് നമുക്കറിയാം ഡിമാൻഡും സപ്ലൈയിലും എപ്പോഴും ചേഞ്ചസ് ഉണ്ടാകും. ചിലപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും, ചില സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ബിഹേവിയർ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടൊക്കെ വരുന്നതായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നാളെ ഇപ്പം ഷെയർ മാർക്കറ്റ് എന്തെങ്കിലും ഡൾ ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ ഷെയർ മാർക്കറ്റിൽ എന്തെങ്കിലും ഇടിവുണ്ടാവും എന്നുള്ള ഒരു ന്യൂസ് ഇന്ന് സ്പ്രെഡായി എന്ന് വിചാരിക്കും. എന്ത് ചെയ്യും, കുറെ ആൾക്കാർ അത് കേട്ട മാതിരി എന്ത് ചെയ്യും, കുറെ സ്റ്റോക്ക് വിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് നാളെ എന്ന് പറയുന്ന ദിവസം ആ ഒരു ഇൻഫർമേഷൻ തെറ്റാണ്, റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് വരുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറെ ആൾക്കാർ തിരിച്ചെന്ത് ചെയ്യും, വിറ്റത് വാങ്ങുന്നുണ്ടായിരിക്കും. അപ്പൊ ഇന്നലെ വിറ്റ ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ. അപ്പൊ ആ സമയത്തും എന്ത് ചെയ്യും, ഷെയറിന്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, കുറവ് ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെ. ഡിമാൻഡ് കുറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് കുറവുന്നുണ്ടായിരിക്കും. സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഈ സമയത്ത് ഒരു ആർബിട്രേജർ അയാൾക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ ഉണ്ട്, APT വെച്ചിട്ട് അയാൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അയാൾ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടായി, അയാളായിരിക്കും ഇത് വാങ്ങി വെക്കുക. അതുകൊണ്ട് നാളെ വീണ്ടും ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അയാൾ എടുത്തിട്ട് വിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് APT തിയറി വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹാക്ക് ചെയ്യുകയൊക്കെ ചെയ്യും ഇത് വെച്ചിട്ട്. ഹാക്ക് ചെയ്യുക മീൻസ് ഇൻഡെക്സിനെ ഹാക്ക് ചെയ്യും, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോനെ വെച്ചിട്ട് നമ്മൾ ഹാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു തിയറി വെച്ചിട്ട് ഹാക്ക് ചെയ്തൊക്കെ പ്രോഫിറ്റ് മേക്ക് ചെയ്യാറുണ്ട്. അപ്പം ടെമ്പററി ആയിട്ട് ചിലപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്ന മാർക്കറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാർ. അതായത് മാർക്കറ്റിനെ കുറിച്ച് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പേഴ്സൺസ് ആണ്. സോ അവർക്ക് പെട്ടെന്ന് ഹാക്ക് ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ദെയർഫോർ ദി ഒക്കേഷണൽ റിസൾട്ട് ഇൻ അസറ്റ്സ് ബീയിങ് മിസ്പ്രൈസ്ഡ്, ഐദർ ഓവർ വാല്യൂഡ് ഓർ അണ്ടർ വാല്യൂഡ് ഉണ്ടായിരിക്കാം. അത് വെച്ചിട്ട് എന്ത് ചെയ്യും, പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്ന കുറച്ച് ഷോർട്ട് ടൈം പീരീഡിലോട്ടായിരിക്കും കേട്ടോ, ബ്രീഫ് പീരീഡ് ആണ്. അപ്പോൾ ഈ ഷോർട്ട് ടൈം പീരീഡിൽ നടക്കുന്ന ഷോർട്ട് ടൈം മാർക്കറ്റിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നവരാണ് ആർബിട്രേജേഴ്സ് എന്ന്. ഹൗ മാർക്കറ്റ് ആക്ഷൻ ഷുഡ് ഇവൻച്വലി കറക്റ്റ് ദി സിറ്റുവേഷൻ, മൂവിംഗ് പ്രൈസ് ബാക്ക് ടു ഇറ്റ്സ് ഫെയർ മാർക്കറ്റ് വാല്യൂ, പെട്ടെന്ന് തന്നെ ഫെയർ മാർക്കറ്റ് വാല്യൂയിലോട്ട് എത്തും. ടു ആൻ ആർബിട്രേജർ ടെമ്പററി മിസ്പ്രൈസ്ഡ് സെക്യൂരിറ്റി റെപ്രസെന്റ്, ആർബിട്രേജർ റെപ്രസെന്റ് ചെയ്യുന്നത്, അയാൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുക, മിസ്പ്രൈസ്ഡ് സെക്യൂരിറ്റീസിനായിരിക്കും. ഇൻ ഷോർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി ടു മേക്ക് പ്രോഫിറ്റ്, ഈ ഷോർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പ്രോഫിറ്റ് എങ്ങനെയാണ്, ഈ
ഷോർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട്, അതായത് ചെറിയ ചേഞ്ചസ് മിസ് പ്രൈസ് എന്നുള്ള ഈ ഷോർട്ട് ടൈം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അയാൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ്സ് ആർബിട്രേജ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അസംഷൻസ് ഓഫ് ദിസ് തിയറിയാണ് അസറ്റ്സ് റിട്ടേൺ ആർ എക്സ്പ്ലെയിൻഡ് ബൈ ദി സിസ്റ്റമാറ്റിക് റിട്ടേൺ. അത് നമ്മൾ പറഞ്ഞതാണ്. അസറ്റിൻ്റെ റിട്ടേൺ വി ക്യാൻ ഡിറ്റർമൈൻ ഓൺ ദി ബേസിസ് ഓഫ് ദിസ് റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ വെച്ചിട്ട് അസറ്റിൻ്റെ റിട്ടേൺ എക്സ്പ്ലെയിൻ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഫസ്റ്റത്തെ സ്ലൈഡിൽ നമ്മൾ പറയുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബിൽഡ് എ പോർട്ട്ഫോളിയോ ഓർ അസറ്റ്സ് വെയർ സ്പെസിഫിക് റിസ്ക് ഈസ് എലിമിനേറ്റഡ് ത്രൂ ദി ഡൈവേഴ്സിഫിക്കേഷൻ. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എങ്ങനെയായിരിക്കും, സ്പെസിഫിക് റിസ്ക്, നമ്മുടെ സ്പെസിഫിക് റിസ്ക് എങ്ങനെയാണോ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക, മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ ആയിരിക്കും അവരെന്ത് ചെയ്യുക, പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. നോ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റിംഗ് എമോങ് വെൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിൽ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അല്ലാതെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണെങ്കിൽ അതിലൊരിക്കലും ആർബിട്രേജിനുള്ള opportunity ഉണ്ടായിരിക്കില്ല. If any arbitrage opportunity do exist, they will exploit away by the investors. എന്തെങ്കിലും ഒരു എക്സ്പ്ലോയിറ്റേഷന് ചാൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സ് അത് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. അപ്പം നല്ലൊരു പോർട്ട്ഫോളിയോ ആണെങ്കിൽ അവിടെ എക്സ്പ്ലോയിറ്റേഷനുള്ള ചാൻസ് ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയുന്ന നോ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണ്, നല്ലൊരു പോർട്ട്ഫോളിയോ ആണെങ്കിൽ അവിടെ ആർബിട്രേജിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. കാരണം നമ്മൾ അത്ര വെൽ അറേഞ്ച്ഡ് ആയിരിക്കും അതിൻ്റെ പ്രൈസും കാര്യങ്ങളും. അല്ലെങ്കിൽ നല്ലൊരു അനലിസ്റ്റിനെ വെച്ചിട്ട് നമ്മളത് അനലൈസ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത്. ആസ് എ റിട്ടേൺ ആർ എക്സ്പ്ലെയിൻഡ് ബൈ സിസ്റ്റമാറ്റിക് റിസ്ക് ആയിരിക്കും. ഇൻവെസ്റ്റേഴ്സ് ബിൽഡ് നമ്മളെ മാക്സിമം റിസ്ക് ഒഴിവാക്കത്തക്ക രീതിയിലുള്ള ഡൈവേഴ്സിഫിക്കേഷനോട് കൂടി എന്നിട്ടായിരിക്കും പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. ദെൻ നല്ലൊരു പോർട്ട്ഫോളിയോയിൽ എന്തുണ്ടായിരിക്കില്ല, ഡൈവേഴ്സിഫിക്കേഷനോടെയുള്ള ഒരു പോർട്ട്ഫോളിയോയിൽ ആർബിട്രേജിനുള്ള ചാൻസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പം നമ്മുടെ ആർബിട്രേജേഴ്സ് ആരാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആർബിട്രേജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിന്റെ അഡ്വാൻറ്റേജസ് എടുക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആർബിട്രേജ് പ്രൈസിങ് തിയറിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ XAPT കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ERX is equal to RF plus beta1 RP1 plus B2 into RP2 plus BN into RPN. അതായത് RF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ER എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ദി അസറ്റ് ആണ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ദി അസറ്റ് ആണ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ ER ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ERJ ഈസ് ഈക്വൽ ടു എന്നാണ് കൊടുത്തിട്ടുള്ളത്. നോ പ്രോബ്ലം, സെയിം തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ള ഇക്വേഷൻ. നിങ്ങൾക്ക് ആ ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം, ഈ ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എന്താണോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചാൽ മതി. ERX എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇതിൽ ERJ എന്നാണ്, RJ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നെയാണ് അസറ്റ്. ദെൻ RF എന്ന് പറഞ്ഞാൽ റിസ്ക്ലെസ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. റിസ്ക്ലെസ് റേറ്റ് ഓഫ്, അതായത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് എന്ന് പറയുന്നത്. ദെൻ റിസ്ക് ഫ്രീ റേറ്റ്, ഓക്കെ, BN ബീറ്റ, അതായത് നിങ്ങളുടെ എന്നിന് പകരം J ആണ് ഉപയോഗിച്ചത്. നോ പ്രോബ്ലം, ബീറ്റ. അസറ്റ് പ്രൈസ് സെൻസിറ്റിവിറ്റി, അതായത് ഈ B1 B2 BN എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ബീറ്റയാണ്. അതായത് അസറ്റ്സ് പ്രൈസ് സെൻസിറ്റിവിറ്റി ടു ഫാക്ടർ, ഓരോ ഫാക്ടറിനോടുമുള്ള സെൻസിറ്റിവിറ്റി എത്രത്തോളം ചേഞ്ച് ഉണ്ട് അസറ്റിന്റെ പ്രൈസിന്. നമ്മൾ പറഞ്ഞില്ലേ പല ഫാക്ടേഴ്സ്, മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫാക്ടേഴ്സ് അനുസരിച്ച് എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാവുന്നുള്ളതാണ് ബീറ്റയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ളത്, അതായത് എത്രത്തോളം ചേഞ്ചസ്, സെൻസിറ്റിവിറ്റി അനുസരിച്ച് ചേഞ്ചസ് ഉണ്ടെന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം ആ ഒന്നിൽ കൂടുതൽ
കൂടുതൽ ഫാക്ടേഴ്സ് അടുത്തത് RP എന്ന് പറഞ്ഞ റിസ്ക് പ്രീമിയം അസോസിയേറ്റഡ് വിത്ത് ദി ഫാക്ടർ. ആ ഫാക്ടറിനോട് അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ള റിസ്ക് പ്രീമിയം ആണ് നമ്മൾ RP1, RP2. ഇപ്പൊ സപ്പോസ് നമ്മൾ എടുക്കുകയാണ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ. ഇപ്പൊ ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഇൻഫ്ലേഷൻ റേറ്റും ഇൻട്രസ്റ്റ് റേറ്റും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ക്വസ്റ്റ്യനിൽ. അപ്പൊ രണ്ട് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇൻഫ്ലേഷനും അപ്പൊ നമ്മുടെ RP1 എന്നുള്ളത് ഇൻഫ്ലേഷനും RP2 എന്നുള്ളത് എന്തുവാകും? നമ്മുടെ അടുത്ത ഇപ്പൊ വേറൊരു ഫാക്ടർ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഓരോ ഫാക്ടർ ആയിരിക്കും. അപ്പൊ നമ്മൾ അത് എത്രത്തോളം ആ ഒരു ഫാക്ടറുമായിട്ട് അസറ്റിന്റെ പ്രൈസ് എത്രത്തോളം സെൻസിറ്റീവ് ആണെന്ന് നോക്കും. അപ്പോൾ നമുക്ക് റിസ്ക് പ്രീമിയം അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ഫാക്ടർ. ആ ഫാക്ടറിന്റെ കൂടെ നമുക്ക് എത്രത്തോളം റിസ്ക് പ്രീമിയം കിട്ടുന്നുണ്ടെന്ന്, ആ ഒരു റിസ്ക് എടുക്കുന്നതിന് എത്ര അഡീഷണൽ പ്രീമിയം കിട്ടുന്നുണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നുള്ളൊരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നോടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മനസ്സിലാവും. ഓക്കെ, this the formula or mathematical equations of a APT pricing model. സിമ്പിൾ ആണ്, ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇത് തിയറി ആണ് ഇമ്പോർട്ടൻസ് ഒന്നോടെ പ്രോബ്ലത്തിലെ ആർബിട്രേജ് പ്രൈസിംഗ് മോഡൽ. അടുത്തൊരു സ്ലൈഡ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ഒരു പിക്ചറാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലും ഈ ഒരു ആർബിട്രേജ് പ്രൈസിംഗ് മോഡൽ ഈ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു പാരഗ്രാഫാണ്. Theory shows a relationship between return of the portfolio and the return of a single asset may be charted through linear combination many independent macroeconomic variables. അപ്പൊ നമ്മൾ ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. The theory shows a relationship between, or we can predict the return of a asset എങ്ങനെയാണ്? on the basis of a linear relationship of a macroeconomic variables അല്ലെ, on the basis of expected return. and return of a single asset means expected return ഉം അതുപോലെ linear combination ഏതുമായിട്ടുള്ള macro economic factors. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. these macro economic variables are called risk factors. അത് നമ്മൾ പറഞ്ഞതാണ്. the market return is determined by number of different factors. market return തീരുമാനിക്കുന്ന പല different factors. otherwise arbitrage pricing theory asserts that if there are two or more securities or portfolio have identical return and risk and they should sell for a one price. Since the arbitrage pricing theory gives the expected price of the asset, arbitrage use APT to identify and take advantage of a mispriced securities. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആർബിട്രേജേഴ്സ് എന്ത് ചെയ്യും? മിസ്പ്രൈസ്ഡ് സെക്യൂരിറ്റീസിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടായിരിക്കും. അതായത് ഓവർ പ്രൈസ്ഡ് അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ടായിരിക്കും മാർക്കറ്റിൽ നിന്ന് profit created. These factors can be fundamental factors or statistical. If these factors are essential, there is no arbitrage opportunity. There must be restrictions on the investment process. അതായത് ഫണ്ടമെന്റൽ these factors are essential, വളരെ അത്യാവശ്യമാണ്. there is to be no arbitrage opportunities. there must be restrictions. ഇൻവെസ്റ്റ്മെന്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കില്ല? ആർബിട്രേജിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കില്ല. പക്ഷെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറവാണ്. ഹിയർ ആർബിട്രേജ് വി അണ്ടർസ്റ്റാൻഡ് ആസ് ദി ഏർണിംഗ് ഓഫ് റിസ്ക്ലെസ് പ്രോഫിറ്റ് ബൈ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ഡിഫറൻഷ്യൽ പ്രൈസിംഗ് ഫോർ സെയിം അസറ്റ് ഓർ എ സെക്യൂരിറ്റി. ആർബിട്രേജ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് റിസ്ക്ലെസ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് ഓഫ് എ ഡിഫറൻഷ്യൽ പ്രൈസിംഗ് ഫോർ സെയിം അസറ്റ് ഓർ സെക്യൂരിറ്റി. ഒരേ അസറ്റിന് വ്യത്യസ്തമായിട്ടുള്ള പ്രൈസ് ഉണ്ടാകുന്നത് വെച്ചിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടായിരിക്കും. അതാണ് ആർബിട്രേജ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പാരഗ്രാഫിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഞാനത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മറ്റേ സ്ലൈഡുകളുടെ അന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിമ്പിൾ നമ്മുടെ ടെക്സ്റ്റിലെ. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നോക്കുക നമ്മൾ APT വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. two factors are നമുക്ക് തന്നിട്ടുള്ള have been identified for Indian economy, namely growth of the industrial rate ഉം IP ഉം അതുപോലെ inflation rate ആണ് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് തന്നിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി 4% ആണ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ IP എന്ന് പറയുന്നത് 4% ആണ്. ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് IR എന്ന് പറയുന്നത് 6% ആണ്. Then a stock with beta of 1 on IP. ഒരു സ്റ്റോക്കിന്റെ ബീറ്റ എന്ന് പറയുന്നത് സ്റ്റോക്കിന്റെ
ഒരു സ്റ്റോക്കിൻ്റെ ബീറ്റ ഓഫ് ഐ പിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 1ഉം IRൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 0.4ഉം ആണ്. ക്ലിയർ ആയില്ലേ? ദെൻ കറൻ്റ്ലി എക്സ്പെക്റ്റഡ് പ്രൊവൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് 14%. ഇപ്പോൾ കറൻ്റ്ലി എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് എ റേറ്റ് ഓഫ് റിട്ടേൺ, നമ്മൾ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 14% ആണ്. കറൻ്റ്ലി നമ്മൾ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇഫ് IP growth by 5%, ഈ IP 5% വിത്ത് ഇൻഫ്ലേഷൻ റേറ്റ് ടേൺ ഔട്ട് ടു ബി 7%, 6 7 ആവുകയാണെങ്കിൽ വാട്ട് ഈസ് ദി റിവേഴ്സ്ഡ് എസ്റ്റിമേഷൻ ഓഫ് റിയലൈസ്ഡ് റിട്ടേൺ ഓൺ ദി സ്റ്റോക്കിനെ കുറിച്ചുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് IRും IPൻ്റെ ബീറ്റയൊക്കെ നമുക്കറിയാം. ഇനി എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 14% ആണ്. അപ്പോൾ ഈ എക്സ്പെക്റ്റഡ് റിട്ടേണിനെയാണ് നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുള്ളതാണ്. ഇവിടെ നമ്മൾ ഇതിനെ ആണ് റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ട് RF ആയിട്ട് എടുക്കുക, റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ട് എടുക്കുക. ക്ലിയർ ആയില്ല? ഈ എക്സ്പെക്റ്റഡ് റിട്ടേണിനെ ആയിരിക്കും റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ട് കൺസിഡർ. ഇനി നമുക്ക് ചേഞ്ചസ് ഉണ്ടാകുമ്പം എങ്ങനെയാണ്? 2 ഫാക്ടേഴ്സ് IPയും IRും ആണ്. ഈ ഫാക്ടേഴ്സിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? ഇപ്പോൾ എത്രയായിരുന്നു? 4. ഈ പെർസെൻറ്റേജ് നമുക്ക് എങ്ങനെ 100ലിട്ട് ആക്കാം അല്ലെ? 100ലാകുമ്പോൾ 0.04 ആവും, 6ൻ്റെ 0.06 ആവും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 0.05. ദാറ്റ് മീൻസ് ഇപ്പോൾ 5% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, 5% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഏതിൽ നിന്നാണ് 4%? 0.04% നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. അപ്പം ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതപ്പോൾ നമുക്ക് എത്രയാണ്? ഫാക്ടേഴ്സിലുണ്ടാകുന്ന ചേഞ്ചസ് 0.01. അതുപോലെ ഇത് 0.7, 7ലോട്ട് ചേഞ്ചസ് ആയി. ഏതിൽ നിന്നാണ്? 6 ആയിരുന്നത് 7 ആയിട്ട് മാറുകയാണെങ്കിൽ ആ ചേഞ്ചസ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഫാക്ടേഴ്സിലുണ്ടാകുന്ന ഈ 2 ഫാക്ടേഴ്സ് ആർ ദെയർഫോർ, ഈ 2 ഫാക്ടേഴ്സ് IRലും IPയിലും ഉണ്ടാകുന്ന ചേഞ്ചസ്, ആദ്യം 6 ആയിരുന്നത് 7 ആയിട്ട് മാറി, 4 ആയിരുന്നത് എന്തായി? 5 ആയിട്ട് മാറുന്നുണ്ട് IPയും IRും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നിങ്ങളുടെ ഇക്വേഷനിലോട്ട് പുട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നതിൽ ചേഞ്ചസ് വന്നിട്ട് ഉണ്ട്. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു 0.14 ആണ്. അതായത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. എന്താണ് നമ്മുടെ ഇക്വേഷൻ? RF പ്ലസ് 1 into 0.01 plus 0.4 into 0.01 അല്ലെ? ഇത് എവിടെ നിന്ന് വരുന്നത്? നമ്മുടെ ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? RF പ്ലസ് ബീറ്റ ഇൻറ്റു RF നമ്മൾ ഏതാണ്? റിസ്ക് ഫ്രീ റേറ്റ് എടുക്കുക. ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുള്ളത്, വേറെ നമുക്ക് തന്നിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ 0.14 എടുക്കുക പ്ലസ്, നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നെ എടുക്കുക. പ്ലസ് ഇനി ബീറ്റ എത്രയാണ്? 1 ഫസ്റ്റത്തെ. അപ്പോൾ അത് ഓരോ ഫാക്ടറും അവിടെ നമ്മൾ പറയുന്നില്ലേ, നിങ്ങളുടെ ഇക്വേഷനിലോട്ട് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഫസ്റ്റിൽ ഒരു ഫാക്ടർ പ്ലസ്, സെക്കൻഡിൽ അടുത്ത ഫാക്ടർ. അതുകൊണ്ടാണ് ഓരോന്നിനെയും ബീറ്റ വെച്ചിട്ട് ആ ഫാക്ടർ വെച്ചിട്ട് ഇൻറ്റു ചെയ്യണത്. അപ്പം 1 ഇൻറ്റു ഫസ്റ്റത്തേൻ്റെ ബീറ്റ എത്രയാണ്? 1 ഇൻറ്റു 0.01. അടുത്തതിൻ്റെ ബീറ്റ എത്രയാണ്? 0.4 ഇൻറ്റു 0.01. നമുക്കിത് ചെയ്യുമ്പം 15.4% കിട്ടുന്നത്. അപ്പം അത്രയും നമുക്ക് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. 15.4% നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. അപ്പോൾ ഈ പ്രൈസ് വെച്ചിട്ട് മാർക്കറ്റിലുള്ള പ്രൈസിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങുകയും അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്ന് നോക്കിയിട്ട് ആർബിട്രേജേഴ്സിന് എന്ത് ചെയ്യാം? അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക. ഇപ്പം മാർക്കറ്റിൽ നിങ്ങൾ നോക്കും, മാർക്കറ്റിൽ ഇപ്പോൾ 10 രൂപ, ഈ ഒരു സെക്യൂരിറ്റിക്ക് മാർക്കറ്റിൽ ഇപ്പോൾ 14 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര ആകാനുള്ള ചാൻസ് ഉണ്ട്? 15 രൂപ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് വാങ്ങി വെക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇത് വെച്ചിട്ട് ഡിസിഷൻ എടുക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.